Hi dear students, I hope all of you are fine. Warm welcome to our English class. Today we are going to our new unit, Letter to God. What an amazing, what a wonderful heading. Letter to God. What is the meaning of the heading? A man write a letter to God. Before enter to unit, a little poem, a small poem, Clouds, written by Christina Rossetti. Christina Rossetti was an English poet who wrote a variety of romantic and children's poems. She was born on December 5th, 1813 in London. The poem Cloud is one of her famous children's poems. The poet talked to the white clouds on the blue hill. She addresses the white cloud as the white sheep. She says, the white sheep stand still on blue hill. When the wind stops, when the wind blows, they walk away slowly. The poet asks the sheep, where do you go? The poet asks the clouds, where do you go? ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനൊരു കത്ത്. ഈ തലക്കെട്ട് കാണുമ്പോൾ തന്നെ, ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നു. ദൈവത്തിനൊരു കത്ത്. നാം എല്ലാവരും കത്തെഴുതാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സുകൾക്ക്, ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് ഒക്കെ നാം കത്തെഴുതാറുണ്ട്. പക്ഷേ ദൈവത്തിന് ആരെങ്കിലും കത്തെഴുതാറുണ്ടോ? ഞാനും നിങ്ങളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ കവിത നമുക്ക് പരിചയപ്പെടാം. ക്ലൗഡ്സ്. എന്താണ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ? മേഘങ്ങൾ. മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് മേഘങ്ങൾ കാണുമ്പോൾ തോന്നാറുള്ളത്? മേഘങ്ങൾ കുറേ കൂട്ടങ്ങളായിട്ട്, പല രൂപങ്ങളായിട്ട്, വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്കവയെ കാണാം. മൃഗങ്ങളുടെയും മരങ്ങളുടെയും രൂപത്തിൽ നമുക്കവയെ കാണാൻ സാധിക്കും. നിങ്ങൾ കാണുന്ന മേഘങ്ങളെ എന്തെങ്കിലും രൂപത്തിനോട് നിങ്ങൾ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ കവിതയിൽ കവയത്രി മേഘങ്ങളെ വെളുത്ത ആടുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നീലമലമുകളിൽ ഉള്ള വെളുത്ത ആടുകളോടാണ് കവയത്രി ആകാശത്തുള്ള മേഘങ്ങളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് കൂട്ടമായിട്ട് കാറ്റ് വീശുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുകയും കാറ്റ് വീശൽ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സഞ്ചാരം നിൽക്കുകയും ചെയ്യുന്നു. എവിടേക്കാണ് നിങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു പോയം. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. വെൻ ദ വിൻഡ് സ്റ്റോപ്സ് യു ആൾ സ്റ്റാൻഡ് സ്റ്റിൽ. വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് അവേ സ്ലോ. വൈറ്റ് ഷീപ്പ് where do you go? white sheep. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആടുകൾ, വൈറ്റ് വെളുത്ത. അപ്പോൾ വൈറ്റ് ഷീപ്പ് വെളുത്ത ആടുകളെ. ഓൺ എ ബ്ലൂ ഹിൽ, നീലക്കുന്നിൻ മുകളിലുള്ള, ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്, നീലക്കുന്നിൻ മുകളിലുള്ള വെളുത്ത ആടുകളെ. വെൻ ദ വിൻഡ് സ്റ്റോപ്പ്, എന്താണ് സ്റ്റോപ്പ് എന്ന നിൽക്കുക, വിൻഡ് എന്ന കാറ്റ്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ്, കാറ്റെങ്ങാനും അത് നിന്നു കഴിഞ്ഞാൽ, കാറ്റ് അതിൻ്റെ അടിച്ചു വീശൽ നിന്നു കഴിഞ്ഞാൽ, യു ഓൾ സ്റ്റാൻഡ് സ്റ്റിൽ, നിങ്ങളും മേഘങ്ങളുടെ സഞ്ചാരവും നിൽക്കുന്നു, നിങ്ങളുടെ സഞ്ചാരവും നിൽക്കുന്നു. വെൻ ദ വിൻഡ് ബ്ലോ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശ, കാറ്റ് അടിച്ചു വീശുന്നതിനാണ് ബ്ലോ എന്ന് പറയാം. വെൻ ദ വിൻഡ് ബ്ലോ, കാറ്റ് വീശാൻ തുടങ്ങി. യു വാക്ക് അവേ സ്ലോലി. യു വാക്ക്, നീ സഞ്ചരിക്കുന്നു. അവേ, ദൂരേക്ക്. സ്ലോ, പതുക്കെ. നീ എന്താണ് പതുക്കെ ദൂരേക്ക് സഞ്ചരിക്കുന്നു. എന്താണ്, കാറ്റെങ്ങാനും അടിച്ചു വീശാൻ തുടങ്ങിയാൽ നീ പതുക്കെ ദൂരേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ. വൈറ്റ് ഷീപ്പ്, വെളുത്ത ആടുകളെ, നിങ്ങൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വേർ ഡു യു ഗോ, എവിടേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കവിതയിൽ കവയത്രി നമ്മോട് പറയുന്നത്
മേഘങ്ങളെ ആടുകളോട്, വെളുത്ത ആടുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എവിടെ നിൽക്കുന്ന? നീലക്കുന്നിൻ മുകളിൽ നിൽക്കുന്ന ആകാശത്തെ നീലക്കുന്നിനോടും മേഘങ്ങളെ വെളുത്ത ആടുകളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, സാമ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ കാറ്റടിച്ച് വീശുന്ന സമയത്ത് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാറ്റ് അതിൻ്റെ വീശൽ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സഞ്ചാരവും നിൽക്കുന്നു. എവിടേക്കാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കവയത്രി ചോദിക്കുന്നത്. ഡിസ്കസ് 2 questions. Who is the poet talk to? ആരോടാണ് പോയറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? പോയറ്റ് ഈസ് ടോക്കിംഗ് ടു ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. Who does the poet addresses the white sheep? ആരെയാണ് കവയത്രി വെളുത്ത ആടുകളോട് അഭിസംബോധന ചെയ്തിരിക്കുന്നത്, സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? The poet addresses the white cloud in the sky as a white sheep. ആകാശത്തുള്ള വെളുത്ത മേഘങ്ങളെയാണ് കവയത്രി വെളുത്ത ആടുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. Clouds. White sheep on a blue hill. White sheep on a blue hill. When the wind stops, you all stand still. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, white sheep, white sheep. Let's go to another poem in this unit. ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റിലുള്ള മറ്റൊരു കവിത കൂടി പരിചയപ്പെടാം. What is the name of the poem? I wrote myself a letter. Do you write a letter yourself? നിങ്ങൾക്ക് കത്ത് എഴുതാറുണ്ടോ? Here is a poem that tell you about a man who wrote a letter to himself. What did he write in the letter? In this one of the children's poem written by Ken Nesbitt. This poem tell about a man who wrote a letter to himself. ഇനി നമുക്ക് അടുത്തതായി ഒരു പോയം പരിചയപ്പെടാം. നേരത്തെ നമ്മൾ പറഞ്ഞു ലെറ്റർ ടു ഗോഡ്, ദൈവത്തിനൊരു കത്ത്. എന്നാൽ ഇത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തന്നെ കത്തെഴുതുകയാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? നാം ആരെങ്കിലും നമുക്ക് തന്നെ കത്തെഴുതാറുണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് പരിചയപ്പെടാം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തന്നെ കത്തെഴുതുന്നു. എന്തായിരിക്കും അദ്ദേഹം ആ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക? Let's go to the poem. I wrote myself a letter. I mailed it right away, and sure enough, the carrier delivered it today. I wrote myself a letter. I wrote എന്നതിൻ്റെ പാസ്റ്റ് ആണെന്ത്? wrote എന്നുള്ളത്. I wrote, ഞാൻ എഴുതൽ, യുവർ സെൽഫ്, അവർ സെൽഫ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവനിക്ക് തന്നെ, യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ, മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ, ഞാൻ എനിക്കു തന്നെ ഒരു കത്തെഴുതി. ഐ മെയിൽഡ് ഇറ്റ് റൈറ്റ് അവേ. ഐ മെയിൽഡ് ഇറ്റ്, മെയിൽ എന്ന് പറഞ്ഞാൽ സെൻഡ് ഇറ്റ് എന്നർത്ഥം. ഐ മെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ സെൻഡ് ഇറ്റ്, ഞാൻ അയച്ചു. റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ നേരിട്ട്, പെട്ടെന്ന്, ധൃതി പിടിച്ച് എന്നൊക്കെയാണ് അർത്ഥം. റൈറ്റ് അവേ, പെട്ടെന്ന് തന്നെ ഞാൻ ആ കത്ത് പോസ്റ്റ് ചെയ്തു. ആൻഡ് ഷുവർ ഇനഫ് ദ കാരിയർ. ഷുവർ ഇനഫ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഷുവർ ഇനഫ്, എനിക്കുറപ്പുണ്ടായി. ആൻഡ് ഷുവർ ഇനഫ് എന്ന് പറഞ്ഞാൽ എനിക്കുറപ്പുണ്ടായിരുന്നു. ദ കാരിയർ എന്ന വഹിക്കുന്നവൻ എന്ന്. കത്താര വഹിച്ചു കൊണ്ടുവരാറ്? പോസ്റ്റ്മാൻ ആണ് അല്ലേ? അപ്പോൾ ആ പോസ്റ്റ്മാൻ. ആൻഡ് ഷുവർ ഇനഫ്, എനിക്കുറപ്പുണ്ടായിരുന്നു. ദ കാരിയർ, ആ വഹിച്ചു കൊണ്ടുവരുന്ന ആൾ. ഡെലിവേർഡ് ഇറ്റ് ടുഡേ. ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരിക, കൊണ്ടുവന്ന് തരിക എന്നൊക്കെയാണ് അർത്ഥം. ടുഡേ, ഇന്ന് തന്നെ അദ്ദേഹം എനിക്കത്
എത്തിച്ചു തന്നു. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി, എന്നിട്ട് ഞാനത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ പോസ്റ്റ്മാൻ എനിക്ക് ഇന്നു തന്നെ കൊണ്ടുവന്നു തന്നു. I could not wait to get it. I nearly had to shout. I quickly tore the envelope, pulled the letter out. I could not wait to get it. എനിക്ക് ലഭിക്കാൻ കാത്തു നിൽക്കേണ്ടി വന്നില്ല. I could not wait. എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. To get it. അത് ആ കത്ത് കിട്ടാൻ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. I could not wait. എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. To get it. ആ കത്ത് കിട്ടാൻ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. I nearly had to shout. I nearly had to shout. Nearly ആണ് മിക്കവാറും. Had to shout. I nearly മിക്കവാറും എനിക്ക് had to shout. Shout എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ശബ്ദിക്കുക, അലറുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ I nearly had to shout. മിക്കവാറും എനിക്ക് അലറേണ്ടി വരും, ഉച്ചത്തിൽ ശബ്ദിക്കേണ്ടി വരും, മിക്കവാറും എനിക്ക് ആർത്ത് വിളിക്കേണ്ടി വരും. I quickly tore the envelope. Quickly ആണ് സഡൻലി, പെട്ടെന്ന് എന്നർത്ഥം. I quickly tore. Tore എന്ന് പറഞ്ഞാൽ ടിയറിന്റെ പാസ്റ്റ് ആണ് tore എന്ന് പറയാം. കീറി. ടിയർ എന്ന് പറഞ്ഞാൽ കീറുക, tore കീറി. അപ്പോൾ I quickly tore. ഞാൻ പെട്ടെന്ന് കീറി. The envelope എന്ന് പറഞ്ഞാൽ കവർ, കത്തിൻ്റെ കവറിനാണ് എൻവലപ്പ് എന്ന് പറയാം. അപ്പോൾ I quickly tore the envelope. പെട്ടെന്ന് തന്നെ ആ കത്തിൻ്റെ കവർ ഞാൻ കീറി. ആൻഡ് പുൾ ദ ലെറ്റർ ഔട്ട്. എന്താ പുള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ട്, പുൾ പുഷ്. നമ്മൾ ചില ഡോർമലൊക്കെ ഉണ്ടാവും പുൾ ആൻഡ് പുൾ, അപ്പുറത്തുണ്ടാവും പുഷ് എന്നുണ്ടാവും. എന്താ പുൾ പുഷ് എന്ന് പറഞ്ഞാൽ പുള്ള് വലിക്കുക, പുഷ് തള്ളുക. ആൻഡ് പുൾ ദ ലെറ്റർ ഔട്ട്. ആൻഡ് പുൾ ദ ലെറ്റർ ഔട്ട്. അപ്പം എന്താണ്, ആ കത്ത് പെട്ടെന്ന് തന്നെ അവൻ വലിച്ചെടുത്തു, പുറത്തെടുത്തു. ഈ സ്റ്റാൻസയിൽ നാം പറഞ്ഞത്, ആ കത്ത് കിട്ടാൻ അവനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. അത് കിട്ടിയ ഉടനെ അവൻ ആർത്ത് വിളിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ കവർ അവൻ വലിച്ചു കീറി. എന്നിട്ട് ആ കത്ത് പുറത്തെടുത്തു. I anxiously unfolded it. But now I must concede. I am clueless as to what it says. I haven't learned to read. I anxiously unfolded it. I anxiously unfolded. എന്താ anxiously എന്ന് പറഞ്ഞാൽ? anxiously എന്ന ഉത്കണ്ഠയോടെ, അത്ഭുതത്തോടെ, ആകാംക്ഷയോടെ എന്നൊക്കെയാണ് അർത്ഥം. അൺഫോൾഡ്. എന്താ ഫോൾഡ് എന്ന് പറഞ്ഞാൽ? ചുരുട്ടുക എന്നാണ് അർത്ഥം അല്ലേ? ചുരുട്ടുക. അൺഫോൾഡ് എന്ന് പറഞ്ഞാലോ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, ചുരുട്ടുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? നീർത്തുക. അൺഫോൾഡ് ഇറ്റ്. I anxiously unfolded it. ഞാൻ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാക്ഷയോടെ ഞാൻ ആ കത്ത് നിർത്തി. ബട്ട് നൗ ഐ മസ്റ്റ് കൺസീഡ്. ബട്ട് നൗ പക്ഷേ ഇപ്പോൾ ഐ മസ്റ്റ് കൺസീഡ്. മസ്റ്റ് കൺസീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും സമ്മതിക്കണം. ഐ മസ്റ്റ് കൺസീഡ്. ഞാൻ എന്തായാലും സമ്മതിച്ചേ പറ്റൂ. ഐ മസ്റ്റ് കൺസീഡ്. ഞാൻ എന്തായാലും സമ്മതിക്കണം. ബട്ട് നൗ ഐ മസ്റ്റ് കൺസീഡ്. പക്ഷേ ഇപ്പോൾ ഞാൻ സമ്മതിച്ചേ പറ്റൂ. ഐ ഹാവിൻറ്റ് ലേൺ ടു റീഡ്. ഐ ഹാവിൻറ്റ് ലേൺ. ഞാൻ പഠിച്ചിട്ടില്ല. ടു റീഡ്. വായിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ സമ്മതിച്ചേ പറ്റൂ. ഐ ഹാവിൻറ്റ് ലേൺ ടു റീഡ്. ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താണ് അവസാനത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത്? ആകാംക്ഷയോടെ ആ കത്ത് ഞാൻ നിവർത്തി വെച്ചു. എന്നിട്ട് ഞാനത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ സമ്മതിച്ചേ പറ്റൂ. കാരണം ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ പദ്യത്തിൻ്റെ ചില ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ആരാണ് ഈ പോയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ദ പോയറ്റ് ഹിംസെൽഫ് in the speaker. Usually one does not write a letter to oneself. What made the poet write a letter to himself? സാധാരണയായി ആരും തനിക്കു തന്നെ കത്തെഴുതാറില്ല. എന്താണ് തനിക്കു തന്നെ കത്തെഴുതാൻ പോയറ്റിനെ പ്രേരിപ്പിച്ചത്? He did just for fun. അതെന്താണ്? ജസ്റ്റ് ഫോർ ഫൺ, വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ആൻസർ കൊടുക്കാം. He haven't learned to read. അവൻ എന്താണ്? വായിക്കാൻ
പഠിച്ചിട്ടില്ല. ഹി ഹാവൻറ്റ് ലേൺ ടു റൈറ്റ്. വായിക്കാൻ അറിയാത്ത ആൾക്ക് എന്തും അറിയില്ല. ഹി ഹാവൻറ്റ് ലേൺ ടു റൈറ്റ്. എഴുതാനും അറിയില്ല. അതുകൊണ്ടാണ് അവൻ എന്താക്കിയത്, അവനക്ക് തന്നെ കത്തെഴുതിയത്. വിച്ച് ലൈൻ ഇൻ ദ പോയം ഷോസ് ദാറ്റ് ദ പോയറ്റ് ഈസ് ഇംപാഷൻറ്റ് ടു റീഡ് ദ ലെറ്റർ. കത്ത് വായിക്കാൻ ധൃതിയായിരുന്നുവെന്ന്, കവിക്ക് കത്ത് വായിക്കാൻ ധൃതിയായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന വരി ഏതാണ്? ഐ കുഡ് നോട്ട് വെയിറ്റ് ടു ഗെറ്റ് ഇറ്റ്. ഐ കുഡ് നോട്ട് വെയിറ്റ് ടു ഗെറ്റ് ഇറ്റ്. ഐ ക്വിക്ലി ടോർ ദ envelope and pulled the letter out. Why could not the poet read his own letter? എന്തുകൊണ്ടാണ് കവിക്ക് കവിയുടെ കത്ത് വായിക്കാൻ സാധിക്കാതെ പോയത്? The poet could not read his own letter because he hadn't learned to read. അവൻ എന്താണ്, വായിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവനിക്ക് എന്താണ്, അവൻ്റെ കത്ത് വായിക്കാൻ കഴിഞ്ഞില്ല.